ശ്രീ വയലാർ രാമവർമ്മയുടെ താടക ഒരു ദ്രാവിഡ രാജകുമാരി. വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മൊട്ടിടും ഫാൽഗുന സന്ധ്യയിൽ. വിന്ധ്യശൈലത്തിൻ്റെ താഴ്വരയിൽ നിശാഗന്ധികൾ മൊട്ടിടും ഫാൽഗുന സന്ധ്യയിൽ. പാർവതീ പൂജയ്ക്ക് പൂനുള്ളുവാൻ വന്ന ദ്രാവിഡ രാജകുമാരി ഞാൻ താടക. താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീഥിയിൽ കണ്ടു ശ്രീരാമനെ. താമരച്ചോലകൾക്കക്കരെ ഭാർഗവരാമൻ തെളിച്ചിട്ട സഞ്ചാരവീഥിയിൽ കണ്ടു ശ്രീരാമനെ. ഏതോ തപോധനൻ കൊണ്ട് നടക്കുന്ന കാമസ്വരൂപനെ. സ്ത്രീ ഹൃദയത്തിനുന്മാദമുണർത്തുമാ മോഹന ഗോപാംഗ ഭംഗി നുകർന്നവൾ കണ്ണെടുക്കാതെ ഒരഭൗമ രോമാഞ്ചമായി നിന്നാൾ സലജ്ജം സകാമം സവിസ്മയം. രാജീവ പുഷ്പശരങ്ങളേറ്റാദ്യമായി രാമനിൽ മോഹം തുടിച്ചുണർന്നിടവേ താടി തടവി ചിരിച്ചു ചൊല്ലി മുനി. താടകയെന്ന നിശാചരിയാണവൾ. ആര്യഗോത്രത്തലവന്മാർ അനുചരന്മാരുമായി ദക്ഷിണ ഭാരതഭൂമിയിൽ സംഘങ്ങളായി വന്ന് സംസ്കാര സംഹിതയാകെ തിരുത്തി കുറിച്ച നാൾ. വാമനന്മാരായി വിരുന്നു വന്നീ ദാനഭൂമിയിൽ യാഗപശുക്കളെ മെച്ച നാൾ. ദ്രാവിഡ രാജാധിരാജ കിരീടങ്ങൾ ഈ മണ്ണിലിട്ട് ചവിട്ടി ഉടച്ച നാൾ. വിശ്വമാതൃത്വത്തെ വേദമഴുവിനാൽ വെട്ടി പുരോഹിതപാദത്തിൽ വെച്ച നാൾ. ആദ്യമായി വംശാധിപത്യത്തിനെ ആട്ടിയകറ്റിയ രാജകുമാരിയെ താടകയെ കണ്ടു കോപാരുണങ്ങളായി താടി വളർത്തും തപസ്വിതൻ കണ്ണുകൾ. ചിത്രശിലാതലങ്ങൾക്കുമീതെ മലർമെത്ത വിരിക്കും സുരഭിയാം തെന്നലിൽ ആ രാത്രി സ്വപ്നവും കണ്ട് വനനദീതീരത്ത് ശ്രീരാമചന്ദ്രൻ ഉറങ്ങവേ. കാട്ടിലൂടെ ഒച്ചയുണ്ടാക്കാതെ അനങ്ങാതെ ഓട്ടുവളകൾ കിലുങ്ങാതെ ഏകയായി ദാശരഥിതൻ അരികത്ത് അനുരാഗദാഹ പരവശയായി വന്നു താടക. ഞാൻ വടുവാർന്ന യുവാവിൻ്റെ കൈകളിൽ തോൾവരയെത്തിക്കിടന്ന കാർക്കൂന്തലിൽ ഹേമാങ്കകങ്ങളിൽ താടകതൻ തളിർത്താമരമുട്ടിളം കൈവിരലോടവേ. ഞാൻ വടുവാർന്ന യുവാവിൻ്റെ കൈകളിൽ തോൾവരയെത്തിക്കിടന്ന കാർക്കൂന്തലിൽ ഹേമാങ്കകങ്ങളിൽ താടകതൻ തളിർത്താമരമുട്ടിളം കൈവിരലോടവേ. അജ്ഞാതം ഏതോ മധുരാനുഭൂതിയിൽ അർദ്ധസുപ്താന്തർവികാരമുണരവേ.
അജ്ഞാതം ഏതോ മധുരാനുഭൂതിയിൽ അർദ്ധസുപ്താന്തർവികാരമുണരവേ ആദ്യത്തെ മാദക ചുംബനത്തിൽ തന്നെ പൂത്തുവിടർന്നുപോയി രാമൻ്റെ കണ്ണുകൾ. മുത്തുകിലുങ്ങും